നമസ്കാരം. പ്രസവരക്ഷയേക്കാൾ എത്രയോ മികച്ചതാണ് പ്രസവാനന്തര പരിചരണം. പ്രസവാനന്തര പരിചരണ രംഗത്ത് കഴിഞ്ഞ 5 വർഷങ്ങളായി മലപ്പുറം ജില്ലയുടെ ആരോഗ്യ മേഖലയിൽ പുതിയ വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് 9 മികച്ച ശാഖകളിലൂടെ ആയിരക്കണക്കിന് അമ്മമാരുടെ പ്രാർത്ഥനകളും വിശ്വാസവും സന്തോഷവും ഏറ്റുവാങ്ങിയ മമ്മാസ് ക്രാഡിൽ ഇപ്പോൾ ഇതാ നമ്മുടെ ഇരിങ്ങല്ലൂർ പാലാണിയിലും പുതിയ ശാഖ തുറന്നു പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. വിദഗ്ധരായ ഡോക്ടർമാരുടെയും ലേഡി തെറാപ്പിസ്റ്റുകളുടെയും കരുതലോടുകൂടി അമ്മയ്ക്കും കുഞ്ഞിനും മികച്ച പരിചരണം ഉറപ്പാക്കാൻ ഇനി മമ്മാസ് ക്രാഡിൽ കൂടെയുണ്ട്. ഇപ്പോൾ നമ്മുടെ കൂടെ ഇരിക്കുന്നത് മമ്മാസ് ക്രാഡിലെ ഡോക്ടർ ഷബ്നം മുഹമ്മദാണ്. ഈ ഹോസ്പിറ്റലിനെ കുറിച്ചും ഇവിടുത്തെ പരിചരണങ്ങളെക്കുറിച്ചും നമുക്ക് ഡോക്ടറോട് തന്നെ കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാം. ഈ ഒരു പ്രസവാനന്തര പരിചരണത്തിന്റെ പ്രാധാന്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഡോക്ടർ ഒന്ന് പറയും. ഒരു പ്രസവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അതൊരു സിമ്പിൾ കാര്യമല്ല, ഒരു വലിയൊരു ട്രോമയാണത് ശരിക്കും. അപ്പോൾ അത് കഴിഞ്ഞ് വരുന്ന ഒരു ലേഡിക്കായാലും കുട്ടിക്കായാലും എന്നുള്ള അതിനനുസരിച്ചുള്ള ഒരു പരിചരണം തന്നെ കൊടുക്കണം. അപ്പോൾ ശരിക്കും പല സെൻറ്ററുകൾ ഇതുപോലെ തുറക്കുന്നുണ്ട്, പക്ഷെ പലയിടത്തും ഡോക്ടേഴ്സിൻ്റെ കെയർ ഒന്നും കിട്ടണില്ല. പക്ഷേ ഇതുപോലത്തെ ഒരു സെൻറ്റർ തുറന്നു കഴിഞ്ഞാൽ ശരിക്കും അവിടെ ഡോക്ടേഴ്സിൻ്റെ അണ്ടറിലായിരിക്കണം ചെയ്യണത്. ഒരു പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഡോക്ടർ കൺസൾട്ട് ചെയ്തതിന് ശേഷം വേണം അവരുടെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ. സ്റ്റിച്ചിൻ്റെ കാര്യങ്ങളായാലും ചിലർക്ക് ബേബി ബ്ലൂസ് ഉണ്ടാവും, അപ്പോൾ അതിനനുസരിച്ചുള്ള മരുന്നുകൾ കൊടുക്കണം, ഡെയിലി അവരെ കൺസൾട്ട് ചെയ്യണം, എല്ലാ കാര്യങ്ങളും അങ്ങനെ ചെയ്യണം. പേഷ്യൻ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഡോക്ടർ കൺസൾട്ടിങ് ആണ് നടക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പേഷ്യൻറ്റിൻ്റെ അപ്പോഴത്തെ സ്ഥിതി അനുസരിച്ചിട്ട് മസാജ് തുടങ്ങാൻ പറ്റുമെങ്കിൽ നമ്മൾ തുടങ്ങും. ആ ട്രീറ്റ്മെൻറ്റ്സ് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് അവരുടെ ബോഡി മസാജാണ്. ഹെഡിൽ മസാജ് ഉണ്ട്, ഫേസ് മസാജ് ഉണ്ട്, ഫേസ് പാക്കുകളുണ്ട്, വേണ്ടവർക്ക് ബോഡി പാക്കുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ എക്സ്ട്രാ ട്രീറ്റ്മെൻറ്റ്സ് കൊടുക്കുന്നത് കിഴി കാര്യങ്ങൾ, അതുപോലെ ധാര, കായധാര, ശിരോധാര ഒക്കെ നമ്മൾ കണ്ടീഷനനുസരിച്ചിട്ടാണ് ഇവിടെ കൊടുക്കുന്നത്. അതുപോലെ പാക്കേജുകളുണ്ട്, 7 ഡേയ്സിൻ്റെ പാക്കേജ്, 14 ഡേയ്സ്, 21 ഡേയ്സ്, 30 ഡേയ്സ്, അങ്ങനെ കുറേ പാക്കേജുകൾ വരുന്നുണ്ട്. പിന്നെ കിഴി കാര്യങ്ങളൊക്കെ നമ്മൾ പേഷ്യൻറ്റിൻ്റെ ഇതിനനുസരിച്ചിട്ടാണ് കൊടുക്കുന്നത്. എക്സ്ട്രാ വേണ്ടവർക്ക് അങ്ങനെ കൊടുക്കുക, നിർബന്ധം ഉള്ള സംഗതിയല്ല, ആർക്കാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ചിട്ട് ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കും. അമ്മയ്ക്ക് മാത്രമാണോ കൂടുതൽ പരിചരണം, അതോ ഒപ്പത്തിനൊപ്പം കുഞ്ഞിനും നിങ്ങളിവിടെ പരിചരണം ഏത് രീതിയിലാണ് കൊടുക്കുന്നത്? ഉറപ്പായിട്ടും കുഞ്ഞിന് നമ്മൾക്ക് അതുപോലെ തന്നെ പരിചരിക്കണം. കാരണം കുഞ്ഞ് അപ്പം കൊണ്ട് ജനിച്ച് വന്നൊരു കുട്ടിയാണ്, ഇവരെ പുതിയൊരു ലോകത്തേക്ക് വന്ന പോലത്തെ ഒരു ഇതാണ്. അതുപോലത്തെ പരിചരണം നമ്മൾ കെയർ കൊടുക്കണം. മെഡിസിൻസ് അവർക്ക് വേണം എന്നുണ്ടെങ്കിൽ മാത്രം കൊടുക്കുക, അല്ലാതെ അവരുടെ മസാജും കാര്യങ്ങളും നമ്മൾ അതുപോലെ തന്നെ ചെയ്യണത്. ഡെയിലി ബോഡി മസാജ് കൊടുക്കുന്നുണ്ട്, ഹെഡിന് വേണമെങ്കിൽ ഹെഡിന് കൊടുക്കുന്നുണ്ട്. കുട്ടിക്ക് ട്രീറ്റ്മെൻറ്റ്സ് കൊടുക്കുന്ന സമയത്ത് ശരിക്കും നമ്മൾ കെയർ കൊടുക്കണം. അവരുടെ മെഡിസിന് കൊടുക്കുന്ന സമയത്തൊക്കെ പലപ്പോഴും നമുക്ക് ഇങ്ങനെ തരിപ്പിൽ കയറണം, അങ്ങനത്തെ ബുദ്ധിമുട്ടും ഒക്കെ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ അവർക്ക് പുതിയ അമ്മമാർക്ക് അത് ശരിക്കും നമ്മളൊരു ഐഡിയ ഉണ്ടാക്കി കൊടുക്കണം, എങ്ങനെ കൊടുക്കണം. അതുപോലെ പാല് കൊടുക്കണത്, വെയിറ്റ് കുറഞ്ഞ കുട്ടികൾ ഇഷ്ടം പോലെ വരാറുണ്ട്, അപ്പോൾ അവർക്ക് KMC കാര്യങ്ങൾ, കങ്കാരു മദർ കെയർ അറിയാലോ, അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. പിന്നെ ചിലർ ഫസ്റ്റ് ഡെലിവറിക്ക് ശേഷം ഇപ്പോൾ ബേബി ബ്ലൂസ് നേരത്തെ പറഞ്ഞ പോലെ അവർ ചെറിയ ഡിപ്രസ് സ്റ്റേജിലായിരിക്കും അവർ. അപ്പോൾ അതിനനുസരിച്ചുള്ള കഷായങ്ങൾ കൊടുത്ത് അവർ നമ്മളെ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരണം, എന്നെങ്കിലാണ് അവർ ബേബീനെ കെയർ ചെയ്യുള്ളൂ. നമുക്ക് ഫുൾ ടൈം കെയർ ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ അമ്മേനെ ആ ഒരു രൂപത്തിലാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇരിങ്ങല്ലൂർ പാലാണിയിൽ പുതുതായി പ്രവർത്തനം ആരംഭിച്ച മമ്മാസ് ക്രാഡിലിന്റെ കോർഡിനേറ്ററാണ് നമ്മളോടൊപ്പം ചേരുന്നത്. നമുക്ക് മമ്മാസ് ക്രാഡിലിന്റെ എന്തെല്ലാം സവിശേഷതകളാണ്, എന്തെല്ലാം വിശേഷങ്ങളാണ് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. ഓക്കെ, നമസ്കാരം. ഞാൻ മമ്മാസ് പ്രസവാനന്തര പരിചരണത്തിൻ്റെ കോർഡിനേറ്ററാണ്. നമുക്ക് ഏകദേശം ഒരു 9ാമത്തെ സ്ഥാപനമാണിത്. ഏറ്റവും നന്നായി, ഏറ്റവും മികവിൽ, ജനങ്ങളുടെയൊക്കെ നല്ല അഭിപ്രായത്തോടു കൂടി വീണ്ടും നമ്മൾ പുതിയ സ്ഥാപനങ്ങൾ ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി തുറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം 10 വർഷത്തോളമായിട്ട് ഈ സേവന പാരമ്പര്യത്തിൽ മികവിൽ നിൽക്കുകയാണ്. അത് ജനങ്ങളുടെ അഭിപ്രായത്തിൻ്റെ മികവിൽ നമ്മുടെ. അപ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഓരോ പാക്കേജുകളും തുടക്കം മുതൽ ഇതുവരെയുള്ള ഓരോ രീതിയിലുള്ള വ്യത്യസ്തങ്ങളായിട്ട് രീതിയിലുള്ള പാക്കേജുകൾ അടങ്ങിയ, അത് വ്യത്യസ്ത റേറ്റുകളിൽ അടങ്ങിയ ആയിട്ടുള്ള വിവിധങ്ങളായ സ്ഥാപനങ്ങൾ നമുക്കിപ്പോൾ
നിലവിലുണ്ട്. വിശദമായിട്ട് നമുക്ക് ഇതിൻ്റെയൊക്കെ ഓരോ കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ ഒരു ആയുർവേദ പഞ്ചകർമ്മ തെറാപ്പിസ്റ്റ് ഉണ്ട്, പിന്നെ പല പല സ്ഥാപനങ്ങൾ മാനേജ് ചെയ്യുന്ന, അതുപോലെ തന്നെ നമ്മുടെ മറ്റുള്ള സ്റ്റാഫുകളൊക്കെ ഇവിടെ ഉണ്ട്. അവരെല്ലാ കാര്യങ്ങളും വിശദമായിട്ട് ഇനി ഓരോരോ സ്ഥാപനങ്ങളിലുള്ള കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ അത് പ്രത്യേകിച്ച് പറഞ്ഞു തരും. സ്ക്രാഡിലിൻ്റെ PNC തെറാപ്പിയെ കുറിച്ചും പഞ്ചകർമ്മ തെറാപ്പിയെ കുറിച്ചും ചെറിയൊരു കാര്യങ്ങൾ പറഞ്ഞുതരാം. അതായത് PNC പോസ്റ്റ്നേറ്റൽ കെയറിൽ അമ്മയ്ക്കും കുഞ്ഞിനും വേണ്ട എല്ലാ പരിചരണവും, വീട്ടിലെ സുരക്ഷിതത്തിനേക്കാളുപരി പ്രൊഫഷനായിട്ട് അവർക്കുള്ള ട്രീറ്റ്മെൻറ്റ്, അവരുടെ ഫുഡ്, അവരുടെ ഹൈജീനിക്കായിട്ട് അവർക്ക് വാഷ് ചെയ്യുക, അവരുടെ എന്താ പറയുക കൗൺസിലിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് PNC വഴി നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ഫാമിലി പോലെ ആ കുടുംബത്തിന് നമ്മൾ കുടുംബത്തോട് കൂടിയിട്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് ആ അമ്മയ്ക്കും കുഞ്ഞിനും വേണ്ട എല്ലാ പരിചരണവും നമ്മളെ മമ്മാസിൽ, അപ്പം പേരെന്ന് അങ്ങനെ കൊടുത്തതിൻ്റെ കാരണം അമ്മയും കുഞ്ഞും, അതുപോലത്തെ അമ്മമാരായിട്ടും അവരുടെ പ്രൊഫഷണൽ തെറാപ്പികളായിട്ടും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ പാക്കേജുകൾ പല വിധത്തിലുണ്ട്. 20 ദിവസത്തെ പാക്കേജ് ഉണ്ട്, 30 ദിവസത്തെ പാക്കേജ്, 40 ദിവസത്തെ പാക്കേജായിട്ട് എല്ലാവർക്കും എങ്ങനെയാണോ പിന്നെ സാമ്പത്തികപരമായിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രീമിയം പാക്കേജ് അടക്കമാണ് PNCയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലുപരി ഈ പഞ്ചകർമ്മ തെറാപ്പിയും കൂടെ നമ്മളിതിൽ ഉൾക്കൊള്ളിച്ചിട്ടത് എന്താണെന്നുണ്ടെങ്കിൽ ഇപ്പോഴെല്ലാവരും ആയുർവേദത്തിലേക്ക് തിരിച്ചു വരാനുള്ളൊരു കാരണം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ആരോഗ്യം പ്രധാനമായ കാര്യമായത് കൊണ്ട് ആയുർവേദത്തെ ഒന്നും കൂടി നെഞ്ചിലേറ്റി പഞ്ചകർമ്മ തെറാപ്പിയും കൂടെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ കിഴികളായിട്ട് കൊടുക്കുന്നുണ്ട്, ധാരയായിട്ട് കൊടുക്കുന്നുണ്ട്, പിഴിച്ചിൽ കൊടുക്കുന്നുണ്ട്, സ്റ്റീം കൊടുക്കുന്നുണ്ട്, എല്ലാ പിന്നെ ബ്യൂട്ടി തെറാപ്പിയായിട്ട് ഹെഡ് മസാജ്, പാക്കുകൾ, ഫേസ് മസാജ്, ഫേസ് പാക്ക്, ഈ ഇത്തരം കാര്യങ്ങളും. അതുപോലെ നമ്മുടെ ഫുഡ് മെനു പ്രകാരമുള്ള ഭക്ഷണം കൊടുക്കുന്നതാണെങ്കിൽ ആർക്കും പച്ചക്കറികളൊന്നും കഴിക്കാൻ ഇഷ്ടപ്പെടാറില്ല. അപ്പം നമ്മൾ അതും കൂടെ അവർക്ക് ഇൻക്ലൂഡ് ആക്കിയിട്ടാണ് ഈ തെറാപ്പിയും ഫുഡ്, വാഷിങ്, ക്ലീനിങ് എല്ലാം പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മൾ മമ്മാസിൽ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മമ്മാസ് ക്രാഡിലിന്റെ ഭക്ഷണ സവിശേഷതകളെ കുറിച്ചും അതിന്റെ ക്രമീകരണങ്ങളെ കുറിച്ചും നമുക്ക് അതിന്റെ ഇവിടുത്തെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനോട് തന്നെ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. നമ്മളിവിടെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് അമ്മയ്ക്ക് 7 നേരത്തെ ഭക്ഷണവും ബൈസ്റ്റാൻഡർക്ക് 3 നേരത്തുള്ള ഭക്ഷണമാണ് ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. അത് രാവിലെ നമ്മൾ 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ പഴവും മുട്ടയും കൊടുക്കും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ മരുന്ന് ഐറ്റംസ്, കഷായം, അതിനുള്ള പ്രസവത്തിലുള്ള മരുന്നുകളെല്ലാം കൊടുക്കും. അത് കഴിഞ്ഞിട്ട് 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും. പിന്നെ ഒരു 9-10 മണിയാകുമ്പോൾ കഞ്ഞി അല്ലെങ്കിൽ ഉള്ളിച്ചോറ് അങ്ങനെയുള്ള ഐറ്റംസുകൾ ഓരോ ആഴ്ചയിലും നമുക്ക് മാറ്റമായിട്ട് വരുന്നത് അത് കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് 1:30 ലഞ്ചായിരിക്കും. അതിൽ മീൻ ഉൾപ്പെടുന്ന ദിവസമുണ്ട്, ചിക്കൻ ഉൾപ്പെടുന്ന ദിവസമുണ്ട്, ബിരിയാണി, അങ്ങനെ നെയ്ച്ചോറ്. 3 ദിവസം, ആഴ്ചയിൽ 3 ദിവസം നമുക്ക് വെറൈറ്റി ഫുഡാണ്. അതായത് ബിരിയാണി, നെയ്ച്ചോറ്, പിന്നെ മന്തി, അങ്ങനെയാണ് നമ്മളിപ്പോൾ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയത്. നമുക്ക് ഈ സ്ഥാപനത്തിൽ പ്രസവാനന്തരമായിട്ടുള്ള എല്ലാ കെയറിങ്ങും നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഇരിങ്ങല്ലൂർ പാലാണിയിൽ പ്രവർത്തനം ആരംഭിച്ച മമ്മാസ് ക്രാഡിലിന്റെ ഉദ്ഘാടനം വേങ്ങര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സയ്യിദ് മൻസൂർ കോയത്തങ്ങൾ നിർവഹിച്ചു. കൂടാതെ ചടങ്ങിൽ മതരാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖരും പങ്കെടുത്തു. മമ്മാസ് ക്രാഡിലിന്റെ 9ാമത്തെ ശാഖയാണ്. ഈ ഫീൽഡിൽ നല്ല പരിചയസമ്പന്നരായ ആളുകളാണ് ഇത് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് വളരെ സാധ്യതയുള്ള, വളരെ നല്ല ഒരു സംഗതി, ജനങ്ങൾക്ക് വളരെ ഉപകാരമുള്ള സംഗതി കൂടിയാണത്. അപ്പോൾ ഇത് വളരെയധികം വിജയിക്കുമെന്നുള്ളത് സംശയമില്ല. കാരണം നടത്തി പരിചയമുള്ള ആളുകളാണ്. ഇത് 9ാമത്തെ ഇവരുടെ ശാഖയാണ്. പിന്നെ ഇനി വിജയിപ്പിക്കുമാറട്ടെ, എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ മമ്മാസ് എന്ന സ്ഥാപനം നമ്മുടെ മലപ്പുറം ജില്ലയിൽ തന്നെ 9ാമത്തെ ശാഖയാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ വളരെ വിജയകരമായി ഇത് നടന്നു വരുന്നുണ്ട്. നമ്മൾ പാലാണിയെ സംബന്ധിച്ചിടത്തോളം ഈ പരിസര പ്രദേശത്ത് ഇങ്ങനെ ഒരു സ്ഥാപനം വളരെ അനിവാര്യമാണെന്നതിൽ യാതൊരു സംശയവുമില്ല. ഈ സ്ഥാപനം പൂർവോപരി ഉയരങ്ങളിലേക്ക് ഗമിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെട്ട ഈ മമ്മാസ് എന്ന സ്ഥാപനം നല്ല നിലയിൽ മുന്നോട്ട് പോകാൻ നമ്മൾ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് നടത്തുന്നു. നമ്മുടെ മമ്മാസിൻ്റെ 9ാമത്തെ ശാഖയാണത് അല്ലേ, 9ാമത്തെ ബ്രാഞ്ചാണ്. മമ്മാസിനെ പറ്റി വളരെ നല്ല അഭിപ്രായമാണ് നാട്ടിലൊക്കെ ഉള്ളത്. പിന്നെ എൻ്റെ ഒരു കസിനേന് ഒരു പ്രാവശ്യം ഇങ്ങനെ മമ്മാസിനുണ്ടായിരുന്നു. അപ്പോൾ അവർ വളരെ നല്ല ഫീഡ്ബാക്കാണ് എനിക്ക് അവരെ പറ്റി കിട്ടിയത്. ഇത് പാലാണിയിൽ ഫസ്റ്റ് ടൈമാണ് തോന്നുന്നു അല്ലേ? ഓക്കെ, പാലാണിയിൽ ഫസ്റ്റ് ടൈമാണ്. പിന്നെ ഞാനിപ്പോൾ എല്ലാം കയറി കണ്ടില്ല, അടുത്ത് നല്ല സൗകര്യമാണ്. അപ്പാർട്ട്മെൻറ്റ്സും പിന്നെ ഇവിടുത്തെ ഹൈജീനിക്കാണ്, എല്ലാ കാര്യങ്ങളും വളരെ നീറ്റാണ്.
നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അപ്പോൾ നമ്മൾ അനുഭവം വെച്ച് പറയുമ്പോൾ ഇതെല്ലാവർക്കും അഡ്വൈസ് ചെയ്യാൻ പറ്റും. ഓൾ ദ ബെസ്റ്റ്. പ്രസവാനന്തരമുള്ള ഓരോ നാളുകളും അമ്മയ്ക്കും കുഞ്ഞിനും സന്തോഷവും സമാധാനവുമേകാൻ ഇനി മമ്മാസ് ക്രാഡിൽ നിങ്ങളോട് കൂടെ തന്നെയുണ്ട്. വേങ്ങര, ഇരിങ്ങല്ലൂർ, പാലാണിയിൽ പുതുതായി ആരംഭിച്ച മമ്മാസ് ക്രാഡിലിന്റെ പുതിയ ശാഖയുടെ സേവനങ്ങൾക്കായി താഴെ കാണുന്ന നമ്പർ ബന്ധപ്പെടുക.